അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ സം ലൈക്ക് ഇറ്റ് റെയർ ഡയറക്ടർ ഫബ്രീസ് സംവിധാനം ചെയ്ത് 2021 പുറത്തിറക്കിയ അടിപൊളി ഹൊറർ കോമഡി ത്രില്ലർ ഫ്രഞ്ച് മൂവിയാണ് സം ലൈക്ക് ഇറ്റ് റെയർ. സിനിമയുടെ തുടക്കം ഇറച്ചി വെട്ടുന്ന ഒരു ബുച്ചർ ഷോപ്പ് കാണിക്കുകയാണ്. അവിടെ വിൻസെന്റ് എന്ന് പറയുന്ന ആളും സോഫി എന്ന് പറയുന്ന ലേഡിയും നിൽപ്പുണ്ട്. ഇവർ രണ്ടുപേരും ഭാര്യ ഭർത്താവുമാണ്. ഇതിൽ നിന്നും കിട്ടുന്ന ചെറിയ ലാഭം കൊണ്ടാണ് ഇവർ അങ്ങനെ കഴിഞ്ഞു പോകുന്നത്. ഇറച്ചി വാങ്ങാൻ വന്ന കസ്റ്റമർക്ക് അയാൾ നല്ല മട്ടൺ കൊടുത്ത് സന്തോഷത്തോടെ പറഞ്ഞു വിടുന്നു. ഇവരുടെ ജീവിതം സന്തോഷമില്ലാതെയാണ് മുമ്പോട്ട് പോകുന്നത്. കാരണം വിചാരിക്കുന്ന അത്രയും കച്ചവടമില്ലാത്തതും പൈസയുടെ കുറവുകളും ബുദ്ധിമുട്ടുകളും അവർക്കേറെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അവിടെ മുഖംമൂടിയും ഡ്രസ്സൊക്കെ ധരിച്ച് കുറച്ചുപേർ വന്നിട്ട് അവരുടെ ദേഹത്ത് കള്ളറൊഴിച്ചിട്ട് കണ്ണാടി ചില്ലൊക്കെ പൊട്ടിച്ച് അവിടെ വെച്ചിരുന്ന ഇറച്ചികളെ ഇല്ലാതെയാക്കുന്നു. തുടർന്ന് അതിലൊരാളെ വിൻസെന്റ് കൈയോടെ പിടിക്കുന്നു. പക്ഷേ കൂട്ടുകാർ വന്ന് വിൻസെന്റിനെ ഇടിച്ചു മാറ്റി അവനെയും വിളിച്ച് വീഗൻ പവർ എന്ന് വിളിച്ചോടുന്നു. ഇവരെല്ലാം മാംസത്തിനോട് എതിരെ നിൽക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ടാണ് ഇറച്ചി കടകളിൽ കയറി അവിടെയെല്ലാം സ്ട്രൈക്ക് നടത്തുന്നതും തല്ലി പൊട്ടിക്കുന്നതും. ഇത്രയും സീൻ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ തുടങ്ങുന്നത്. പിന്നീട് കാണിക്കുന്നത് സോഫി തന്റെ ഉറ്റ സുഹൃത്തിനോട് അവൾക്കുണ്ടാകുന്ന അനുഭവങ്ങളും വിഷമങ്ങളും പങ്കുവെക്കുന്ന കാഴ്ചയാണ്. ഇവൾ ഒരു പണക്കാരിയാണ്. ഒരുപാട് ബിസിനസ്സുകളും പോരാത്തതിന് 4-5 ഇറച്ചിവെട്ട് കടകളും ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. അതൊക്കെ നോക്കി നടത്താൻ വേറെ സ്റ്റാഫുകളും. അതിന്റെ അഹങ്കാരവും അവൾക്ക് ഒരുപാടുണ്ട്. അതവൾ സോഫിയോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് വലിയ രീതിയിൽ പൊങ്ങച്ചം പറയുകയും ചെയ്യും. തുടർന്നവർ ആഹാരം കഴിക്കുന്ന സമയത്ത് അവരുടെ ഭർത്താവ് നല്ല രീതിയിൽ സ്വയം പുകഴ്ത്തി സംസാരിക്കുകയാണ്. നമ്മൾ ഇനി അടുത്ത കട ഓപ്പൺ ചെയ്യാൻ പോകുന്നു, അവിടെ പണമുണ്ട്, ഇനി എത്ര പണം നമ്മൾ വെറുതെ കൊടുക്കാൻ പോകുന്നു, അതിന്റെ ഇരട്ടി നമ്മൾ ഉണ്ടാക്കും, അങ്ങനെയൊക്കെ. ഇതൊക്കെ കേട്ട് ആകെ നിരാശയായി വിൻസെന്റും സോഫിയും. ശേഷം അദ്ദേഹം വിൻസെന്റിന് ലൈസൻസ് ഉള്ള ഒരു തോക്ക് വെറുതെ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവർ തിരിച്ചു പോകുമ്പോൾ ഇനി നമ്മൾ എന്നാണ് നല്ലതുപോലെ പണക്കാരാവുക, കടയൊക്കെ മെച്ചപ്പെട്ട് കൂടുതൽ കച്ചവടം എന്നാണ് നടക്കുക എന്നൊക്കെ വിൻസെന്റ് പറയുന്നു. പോകുന്ന വഴിക്ക് സൈഡിൽ കൂടെ ഒരു യുവാവ് സൈക്കിൾ ചവിട്ടി പോവുകയാണ്. അത് വിൻസെന്റ് കണ്ട് ഇന്നലെ തന്റെ കടയിൽ കയറി കണ്ണാടി ചില്ലൊക്കെ അടിച്ചു പൊട്ടിച്ച കൂട്ടരിൽ ഒരാളാണെന്ന് മനസ്സിലാകുന്നു. തുടർന്ന് വണ്ടി നിർത്തുകയും അവനെ ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് റിവേഴ്സ് എടുത്ത് അവനെ ഇടിച്ചിടുന്നു. പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ കണ്ടത് അവന്റെ ദേഹത്ത് കൂടെ കയറിയിറങ്ങി മരിച്ചു കിടക്കുന്നതാണ്. അവനെയും എടുത്തുകൊണ്ട് വീട്ടിൽ പോകാമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് വെട്ടി പീസാക്കി ഏതെങ്കിലും ബാഗിനകത്താക്കി എവിടെയെങ്കിലും കൊണ്ട് കളയാതെ വേറെ മാർഗമില്ലെന്ന് സോഫി പറയുന്നു. അതുപ്രകാരം വീട്ടിൽ കൊണ്ടുവന്ന് ആദ്യം ഒന്ന് പേടിച്ചിരുന്നെങ്കിലും പിന്നെ ഭയമില്ലാതെ വെട്ടി കുറെ പീസാക്കി ബാഗിൽ വെക്കാനുള്ള രീതിയിലാക്കുന്നു. അപ്പോഴേക്കും വെട്ടിയതിലെ ഒരു പീസ് താഴെ വീഴുകയാണ്. അതവൻ വളർത്തുന്ന നായ രുചിയോടെ കഴിക്കുന്നു. തുടർന്ന് വീണ്ടും വേണമെന്ന് പറഞ്ഞ് കുരയ്ക്കുകയാണ്. ശേഷം ചെവിയുടെ ഒരു പീസ് എടുത്തിട്ട് കൊടുക്കുമ്പോൾ വീണ്ടും അത് കൊതിയോടെ മുഴുവനും അകത്താക്കുന്നു. ഇത് കണ്ട് മനുഷ്യയിറച്ചിക്ക് ഒരുപാട് ടേസ്റ്റ് കാണുമെന്ന് വിൻസെന്റ് മനസ്സിലാക്കുന്നു. അങ്ങനെ പിറ്റേന്നാവുമ്പോൾ പതിവ് പോലെ അവർ കട ഓപ്പൺ ചെയ്ത് കച്ചവടത്തിനായി നിൽക്കുന്നു. അന്നേരം തലേ ദിവസം വന്ന അതേ കസ്റ്റമർ വീണ്ടും വന്നിട്ട് അവരോട് ഇന്നലെ തന്ന ഇറച്ചി ചോദിക്കുകയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വീട്ടുകാരെല്ലാം കൊതിയോടെ മുഴുവൻ തിന്നെന്ന് ആ കസ്റ്റമർ പറയുന്നു. ആണോ, എങ്കിൽ ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിൻസെന്റിനോട് ഒരു പീസ് തരാൻ സോഫി പറയുന്നു. അവസാനമുണ്ടായിരുന്ന ഇറച്ചികൾ തീനെന്നും ഇപ്പോൾ ഇരിക്കുന്നത് ഇന്നലെ കൊണ്ടുവന്ന യുവാവിന്റെ മാംസമാണെന്ന് സോഫി അറിയുന്നില്ല. അതെടുത്ത് കൊടുക്കാൻ ആദ്യം വിൻസെന്റ് ഒന്ന് പതറുന്നു. പക്ഷേ അവളുടെ പിടിവാശിയിൽ ഒരു പീസ് അവനിക്കെടുത്ത് കൊടുക്കേണ്ടി വരികയാണ്. അത് തിന്നിട്ട് അതിമനോഹരമായ ടേസ്റ്റ് എന്ന് സോഫി പറയുന്നു. ഇതൊക്കെ കണ്ട് കസ്റ്റമർ ചോദിക്കുകയാണ്, ഇത് നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടി? ഈ ഇറച്ചി ആരാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നതെന്നും. പെട്ടെന്ന് വിൻസെന്റ് ഒരു കള്ളം പറയുകയാണ്. ഇത് ഇറാനിയൻ പോർക്കാണെന്നും പുതിയതായിട്ട് വന്ന ഫാർമർ എനിക്ക് മാത്രമേ ഇവിടെ രഹസ്യമായി സപ്ലൈ ചെയ്യുന്നുവെന്നും പറയുന്നു. ശേഷം ഇറാനിയൻ പോർക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് കുറെ പീസ് വാങ്ങിച്ച് കസ്റ്റമർ അവിടെ നിന്നും പോകുന്നു. തന്റെ കയ്യിലിരിക്കുന്നത് മനുഷ്യന്റെ ഇറച്ചിയാണെന്ന് ആ കസ്റ്റമർ അറിയുന്നില്ല. അവസാനം വിൻസെന്റ് സത്യം മുഴുവനും അവളോട് പറയുകയാണ്. നീ ഇപ്പോൾ കഴിച്ചത് ആ മനുഷ്യന്റെ ഇറച്ചിയാണെന്നും വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇറാനിയൻ പോർക്ക് എന്നൊക്കെ ചുമ്മാ പറഞ്ഞതെന്നും പറയുന്നു. എന്നിട്ട് ആ ഇറച്ചിയെടുത്ത് കളയാൻ പോകുമ്പോൾ നില്ല്, ഇതിനൊരുപാട് ടേസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്കിത് കസ്റ്റമേഴ്സിനെ വിളിക്കാമെന്ന് അവൾ പറയുന്നു. നീ എന്തിനാണ് പറയണത്? അതൊട്ടും ശരിയല്ല, ഇപ്പോൾ കൊടുത്തതിരിക്കട്ടെ, ഇനി ഇങ്ങനെ ആവർത്തിക്കലുമെന്ന് പറഞ്ഞ് വീണ്ടും പോകുമ്പോൾ നമുക്ക് ധനികരാവണ്ടേ, ഈ ടേസ്റ്റുള്ള മനുഷ്യമാംസം വിറ്റാൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഇനിയും വരും, അങ്ങനെ നമുക്ക് പെട്ടെന്ന് പണക്കാരാവാമെന്ന് പറഞ്ഞ് അവനെ മോട്ടിവേഷൻ ചെയ്യുന്നു. പറഞ്ഞു തീർന്നില്ല, ഒരു കസ്റ്റമർ അവിടെ വരികയാണ്. എന്നിട്ട് ചോദിച്ചത് എനിക്ക് ഇറാനിയൻ പോർക്ക് വേണമെന്ന്. വേറെ വഴിയില്ലാതെ വിൻസെന്റ് അവിടെ ഇരുന്ന മനുഷ്യമാംസം കസ്റ്റമേഴ്സിനെ വിളിക്കുന്നു. അന്നത്തെ ദിവസം വിവരം അറിഞ്ഞ് ഒരുപാട് കസ്റ്റമേഴ്സ് വരികയാണ്. അവസാനം ഒരു പോലീസുകാരനും എത്തുന്നു, ഇറാനിയൻ പോർക്ക് വേണമെന്ന് പറഞ്ഞ്.
എല്ലാം കഴിഞ്ഞ് അന്നേ ദിവസം രാത്രി കുറച്ച് മാംസം എടുത്ത് അവൻ വേവിച്ച് കഴിച്ചു നോക്കുകയാണ്. തള്ളേ, ഇതെന്തൊരു ടേസ്റ്റ് എന്ന് അവൻ തന്നെ ഒറ്റയ്ക്ക് പറയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായില്ലേ, ഇതിന് ഒടുക്കത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞ് സോഫിയയും മുമ്പിലോട്ട് വരുന്നു. ഈ ഒരു പദ്ധതി കൊള്ളാമല്ലോ, ഇനി നമുക്ക് ഇങ്ങനെ ചെയ്ത് കട മെച്ചപ്പെടുത്താമെന്ന് പറഞ്ഞ് അവരുടെ സ്വഭാവം പതുക്കെ പതുക്കെ മാറി വരുന്നു. അങ്ങനെ പിറ്റേന്നാവുകയാണ്. ഇവർക്ക് ഒരു മകളുണ്ടായിരുന്നു. മകൾക്കാണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ടുമുണ്ട്. പക്ഷേ അവനാണെങ്കിൽ ഒരു വീഗനും, മാംസങ്ങളുടെ അടുത്ത് പോലും പോകാത്ത, ഇറച്ചി വെട്ടുന്നവരെ ശത്രുവായി കാണുന്ന ഒരാളും കൂടിയായിരുന്നു അവൻ. നിങ്ങൾ ഈ കശാപ്പ് ജോലി നിർത്തി വേറെ എന്തെങ്കിലും പണി തുടങ്ങാൻ പലപ്പോഴും അവൻ പറയുമായിരുന്നു. അവർക്ക് കഴിക്കാൻ വേണ്ടി ബീഫ് എന്ന് പറഞ്ഞു കൊണ്ടുവച്ച മനുഷ്യമാംസം ഒരു തരി പോലും തൊടാതെ വെള്ളം മാത്രം കുടിച്ചവർ പുറത്തു പോകുന്നു. പിന്നീട് മനുഷ്യ ഇറച്ചിയോട് കൊതിമൂത്ത അവർ വെജിറ്റബിൾസ് വർഗം മാത്രം കഴിക്കുന്ന വീഗൻസ് ആൾക്കാരെ പിടിച്ചു കൊല്ലാൻ പ്ലാൻ തുടങ്ങുന്നു. അതിനായി ഒരു ഹോട്ടലിൽ വന്ന് അവിടെയുള്ളവരെ സെലക്ട് ചെയ്യുകയാണ്. മുമ്പിൽ നിന്ന് സ്റ്റാഫിനെ കണ്ട് അയ്യോ ഇവൻ വേണ്ട, അധികം ഇറച്ചിയില്ല എന്ന് പറയുന്നു. അവസാനം അകത്ത് നിന്ന വണ്ണമുള്ള ഒരു സ്റ്റാഫിനെ കണ്ട് ഒരുപാട് ഇറച്ചിയുണ്ടല്ലോ, ഇവനെ രാത്രി പിടിച്ചു കൊണ്ടുപോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. അതിനായി അവർ അവനെ ഫോളോ ചെയ്ത് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തി അകത്തേക്ക് കയറുമ്പോൾ വെട്ടോത്തി കൊണ്ട് വെട്ടാൻ പോയി പരസ്പരം രണ്ടുപേരും കണ്ട് പേടിച്ച് വിളിച്ചവൻ തിരിഞ്ഞോടുന്നു. പോകുന്ന വഴിക്ക് എനിക്കൊരാളെ നേരിട്ട് കൊല്ലാൻ കഴിയുന്നില്ല, അതിന് പേടിയാവുന്നു, മറ്റേത് കാറിടിച്ചല്ലേ കൊന്നത്, നമുക്കിത് ചെയ്യണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വീണ്ടും അവൾ മോട്ടിവേഷൻ കൊടുക്കുന്നു. ഇത് നമ്മൾ ചെയ്താലേ കടയിൽ കച്ചവടം കൂടുതൽ നടക്കൂ, മനുഷ്യ ഇറച്ചി നാട്ടുകാർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു, 2 ദിവസം കൊണ്ട് നമ്മുടെ കൈകളിൽ എത്ര യൂറോ ആണ് കിട്ടിയതെന്ന് നിങ്ങൾ കണ്ടില്ലേ, ഇത് നമുക്ക് ചെയ്തേ മതിയാവൂന്ന് പറയാണ്. അങ്ങനെ രാവിലെ അവർ സിറ്റിക്കകത്ത് ഒരു തരം വേഷം കെട്ടി മാംസഭക്ഷണത്തോട് എതിരെയാണെന്ന് പറഞ്ഞ് നമ്മൾ വീഗൻസ് ആണെന്നും നമ്മൾ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങി അവിടെ വരാൻ വേണ്ടി ക്ഷണക്കത്തിന്നാന്ന് പറഞ്ഞ് ഒരു നാടകം കളിക്കുന്നു. അവിടെ വരുന്നവരെ പിടിച്ചു കൊല്ലാനും വീഗൻസായ ആൾക്കാരെ പിടിക്കാനുമാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം. എന്നാൽ അതിനൊന്നും അവിടെ വന്നിരുന്ന ആൾക്കാർ തയ്യാറായില്ല. അവസാനം ഒരാൾ അവിടെ വന്ന് ഞാനും നിങ്ങളെപ്പോലെ മാംസഭക്ഷണം വെറുക്കുന്നു, നിങ്ങളുടെ ടീമിൽ പങ്കെടുക്കാൻ ഞാനുമുണ്ടെന്ന് പറഞ്ഞ് മീറ്റ് ചെയ്യാൻ ഒരു സ്ഥലം പ്ലാൻ ചെയ്തിട്ട് അയാൾ പോകുന്നു. വൈകുന്നേരം ആ സ്ഥലത്ത് അവർ അവനെയും കാത്തിരിക്കുകയാണ്. അപ്പോഴേക്കും വണ്ടിയിൽ അവൻ വരികയാണ്. അവനെ കൊല്ലാൻ വേണ്ടി വെട്ടോത്തിയെടുത്ത് റെഡിയായി പോകുമ്പോഴേക്കും വണ്ടിയിൽ നിന്നും മറ്റു 2 പേരും കൂടെ ഇറങ്ങുന്നു. പെട്ടെന്ന് വെട്ടോത്തി അവർ കാണാതെ ഒളിപ്പിക്കുന്നു. തുടർന്ന് നമുക്ക് മറ്റൊരു ദിവസം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ ആ പെണ്ണ് പറയുകയാണ് നമ്മൾ അടുത്തുള്ള ഒരു ബുച്ചർ ഷോപ്പിനെ ഇന്ന് തകർക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളുടെ കൂടെ ചേരാമെന്ന് പറയുന്നു. ശേഷം ആ ഷോപ്പിന്റെ പേരും പറയുകയാണ്. ഷോപ്പിന്റെ പേര് കേട്ടതും എങ്കിൽ നമ്മളും റെഡി എന്ന് പറഞ്ഞ് അവൻ സോഫിയയും വിളിച്ച് അവരുടെ കൂടെ പോകുന്നു. കാരണം എന്തെന്നാൽ അവർ ഇപ്പോൾ പോകുന്നത് സോഫിയയുടെ കൂട്ടുകാരിയായ വലിയ പൊങ്ങച്ചം പറയുന്ന പണക്കാരിയുടെ കശാപ്പ് കടയിലാണ്. അവർക്ക് ഒരുപാട് കടകൾ പുതുതായി വരുന്നതും ഒരുപാട് പണമുള്ളതും ഇവർക്ക് അസൂയയായിരുന്നു. അസൂയപ്പെടുന്നതിൽ അത്ഭുതമില്ല. കാരണം അവർ ഇവരെ എപ്പോഴും കുറ്റം പറയുമായിരുന്നു. പൈസ ഇല്ലാത്തത് കൊണ്ട് അത്രയും തരം താഴ്ത്തിയായി സംസാരിക്കുകയുള്ളൂ. അതിന്റെ ഒരു പകരം വീട്ടാനാണ് ഈ പോക്ക്. അങ്ങനെ അവർ അകത്തു കയറി അവരുടെ കടയടിച്ച് നശിപ്പിക്കുന്നു. ശേഷം അവർ ഒരു ഹോട്ടലിൽ വന്നിരുന്ന് ആഹാരം കഴിക്കുകയാണ്. അവിടെ വെച്ച് 1ഉം 2ഉം പറഞ്ഞവർ വഴക്കുണ്ടാക്കുന്നു. ദേഷ്യത്തിൽ വിൻസെന്റ് വീട്ടിൽ മടങ്ങുമ്പോൾ അവിടുത്തെ ഒരു സ്റ്റാഫ് അവളുടെ അടുത്ത് വന്ന് പഞ്ചാര അടിക്കുകയാണ്. തുടർന്ന് അവളെ അവൻ വണ്ടിയിൽ വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുകയാണ്. നീ അകത്തേക്ക് വരണം, അകത്ത് വന്ന് വിശ്രമിച്ചിട്ട് പോയെന്ന് പറഞ്ഞ് അവനെ കൊല്ലാനുള്ള പ്ലാനിൽ അകത്തേക്ക് സോഫി കൊണ്ടുപോകുന്നു. എന്നിട്ട് വിൻസെന്റിന്റെ അടുത്ത് വന്ന് നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട്, ഇന്നു മുതൽ നമുക്ക് ആരംഭിക്കാമെന്ന് പറയുന്നു. അത് പ്രകാരം കത്തിയൊക്കെ റെഡിയാക്കിയിട്ട് വീണ്ടും മനസ്സ് മടിച്ച് എനിക്ക് വയ്യ, പേടിയാവുന്നെന്ന് പറഞ്ഞിരിക്കുന്നു. തുടർന്ന് 2ഉം കളിപ്പിച്ച് അവന്റെ അടുത്ത് പോവുകയാണ്. നിന്റെ ഭാര്യ എവിടെയാടാ, അവളെ പൊളി സാധനം തന്നല്ലോ എന്ന് പറഞ്ഞത് കേട്ട് എല്ലാം കൊണ്ട് ദേഷ്യത്തിൽ അവന്റെ തലയിൽ പെട്ടികൊണ്ട് അടിച്ചു കൊല്ലുന്നു. അപ്പോഴേക്കും അവിടെ അപ്രതീക്ഷമായി അവരുടെ മകൾ ബോയ് ഫ്രണ്ടുമായി വഴക്കിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നു. ഭാഗ്യം കൊണ്ട് മരിച്ചു കിടക്കുന്നയാളെ അവൾ കാണാനിടയായില്ല. ഈ പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അവളെ അവർ നിർബന്ധിപ്പിച്ച് പറഞ്ഞു വിടുന്നു. ശേഷം അവർ അവനെ വെട്ടി നാളെ വിൽക്കാൻ വേണ്ടി റെഡിയാക്കി എടുക്കുന്നു. എന്നിട്ട് പോലീസ് അന്വേഷിച്ച് വരാതിരിക്കാൻ വേണ്ടി അവന്റെ സ്കൂട്ടറിനെ കുളത്തിൽ കൊണ്ട് താക്കുന്നു. പിറ്റേന്നാവുമ്പോൾ സോഫിയയ്ക്ക് അവളുടെ കൂട്ടുകാരിയുടെ കോൾ വരികയാണ്. അവർ പോയി നോക്കുമ്പോൾ അവരുടെ ബുച്ചർ ഷോപ്പ് അടിച്ച് നാശമാക്കിയിട്ടിരിക്കുന്നു. ഒന്നും അറിയാത്തതുപോലെ സാരമില്ല, ഒക്കെ ശരിയാവുമെന്ന് പറഞ്ഞ് അവളെ തലോടുന്നു. മുമ്പിൽ നിൽക്കുന്ന സ്വന്തം കൂട്ടുകാരിയും ഭർത്താവുമാണ് ഈ ചെയ്തതെന്ന് ഇവർ അറിയുന്നില്ല. അവർ പോകുന്നതിന് മുമ്പ് അവരുടെ കയ്യിൽ നിന്നും സ്ഥിരമായി ഇറച്ചി വാങ്ങുന്ന പോലീസുകാരൻ അവരോട് നിങ്ങളുടെ ഇറാനിയൻ പോർക്ക് ഇനിയുമുണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ കച്ചവടം അവിടെ പൊടിപൊടിക്കുന്നു. പോലീസുകാരൻ ഒരുപാട് ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. ഒപ്പം അവിടുത്തെ മുഴുവൻ ജനങ്ങളും. കടയിൽ തിരക്കോട് തിരക്ക്. ഇറാനിയൻ പോർക്കാണെന്ന് കരുതി മനുഷ്യ ഇറച്ചിയാണ് തങ്ങളെല്ലാം വാങ്ങിക്കൊണ്ട് തിന്നുന്നതെന്ന് പാവം നാട്ടുകാർ അറിയുന്നില്ല.
അങ്ങനെ ഇതവർ തുടങ്ങിക്കൊണ്ടേയിരുന്നു. ഹോട്ടലിൽ വെച്ച് കണ്ട ആളെ പിടിച്ചുകൊണ്ടുവന്ന് വെട്ടി നുറുക്കുന്നു. അതുപോലെ ഒരുപാട് പേരെ അവർ രഹസ്യമായി പിടിക്കുന്നു. പല പല രീതിയിലും ഇറച്ചിയാക്കി എടുക്കുന്നു. പതുക്കെ പതുക്കെ ഇറച്ചിയുടെ വില കൂട്ടാനും തുടങ്ങുകയാണ്. അതുകൊണ്ടൊന്നും കച്ചവടത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. തിരക്കോട് തിരക്ക്. അവസാനം വിന്നി എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റിന് എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിക്കുകയും തുടർന്ന് അവനെയും കൊല്ലാൻ തുടങ്ങുമ്പോൾ അതവൻ കണ്ട് പേടിച്ച് നിലവിളിച്ചുകൊണ്ട് കാട്ടിലൂടെ ഓടുന്നു. അവർ പിന്നാലെ ഓടി അവനെ പിടികൂടുന്നു. ഒട്ടും പതറാതെ മൃഗങ്ങളെ പിടിക്കും പോലെ അവർ മനുഷ്യനെ നിസാര സഹിതം പിടിക്കുകയാണ്. പിറ്റേന്ന് സ്പെഷ്യൽ ഇറാനിയൻ പോർക്കെന്ന് പറഞ്ഞ് സോഫിയയുടെ കൂട്ടുകാരിക്കും ഭർത്താവിനും അവർ മനുഷ്യയിറച്ചി അവരുടെ വീട്ടിൽ ചെന്ന് വിളമ്പുന്നു. സോഫിയയ്ക്കും വിൻസെന്റിനും നല്ല പണം വന്ന് ധനികരായി മാറി. ഇതൊക്കെ കണ്ട് അവർ രണ്ടുപേർക്കും ഒരുപാട് അസൂയ തോന്നുകയാണ്. എന്നാൽ കഴിക്കുന്നതിനിടയ്ക്ക് ജീൻസിന്റെ ഒരു ബട്ടൺസ് അവർക്ക് കിട്ടുന്നു. ഇതെങ്ങനെ ഇതിൽ വന്നെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മൾ ഇറച്ചി കൊണ്ടുവന്നപ്പോൾ എങ്ങാനും ടേബിളിൽ കിടന്നത് ഇതിൽ വന്ന് വീണതായിരിക്കുമെന്ന് പറഞ്ഞ് വിഷയം അവിടെ മാറ്റുന്നു. ശേഷം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കുള്ള സമ്പാദ്യത്തെ പറ്റി പറഞ്ഞ് തർക്കിക്കുകയാണ്. അവിടെ ഒരു അടിപിടി തന്നെ ഉണ്ടാകുന്നു. അതിനിടയിൽ വിൻസെന്റ് അവന്റെ ചെവിയെ കടിച്ചെടുക്കുകയാണ്. മനുഷ്യയിറച്ചി തിന്ന് തിന്ന് പരിസര സ്ഥലം പോലും ഓർക്കാതെ അബദ്ധത്തിൽ ചെവിയുടെ ഭാഗം രുചിയോടെ കഴിക്കുന്നു. ഇതൊക്കെ കണ്ട് രണ്ടുപേരും ആകെ പേടിച്ച് അവരെ ഞെട്ടി നോക്കുകയാണ്. തുടർന്ന് അവർ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നാളുകൾ ഒരുപാട് കടന്നു പോകുന്നു. എല്ലാവരെയും പല രീതിയിലും പിടിച്ച് കൊന്ന് ഇറച്ചി വിൽക്കുകയും ഒപ്പം അവരത് രുചിയോടെയും കഴിക്കുന്നു. അവർ ഒരു പിക്നിക്കിന് പോയി സമയം ചിലവഴിക്കുമ്പോൾ അവിടെ ഒരാൾ വന്ന് ഈ സ്ഥലത്ത് ഞാൻ എന്നും നിന്ന് വ്യായാമം ചെയ്യും, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് മാറണമെന്ന് പറയുന്നു. അത് പ്രകാരം ശരിയെന്ന് പറഞ്ഞ് അവർ പോകുന്നു. തുടർന്ന് അദ്ദേഹത്തെ വെടിവെച്ചിടുന്നു. ഇന്നത്തെ ഡിന്നർ എപ്പോഴേ റെഡിയായി. ശേഷം അടുത്ത ആൾക്കാരെ തപ്പി ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്ത് പോകുമ്പോൾ അവിടെ വെച്ച് തങ്ങളുടെ മകളെയും ബോയ് ഫ്രണ്ടിനെയും കാണുന്നു. മകൾ പറയുകയാണ്, അമ്മേ നിങ്ങൾ അറിഞ്ഞോ വീഗൻസായ ആൾക്കാർ മിസ്സിംഗ് ആണെന്നും അവരെയൊന്നും ഇതുവരെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നു. സ്വന്തം അച്ഛനും അമ്മയുമാണ് അവരെയെല്ലാം പിടികൂടി കൊന്നു തിന്നുന്നതും ഇറച്ചികൾ വിൽക്കുന്നതെന്നും ഇവൾ അറിയുന്നില്ല. തുടർന്ന് ബോയ് ഫ്രണ്ടും പറയുകയാണ്, ഈ ഇറച്ചി വെട്ടുകാർ ഒട്ടും ദയയില്ലാത്തവരാണെന്നും മൃഗങ്ങളെയെല്ലാം കൊന്നു കറി വെച്ച് കഴിക്കുന്നത് ഇനിയെങ്കിലും നിർത്തിക്കൂടെ എന്ന് ദേഷ്യത്തിൽ പറയുന്നു. ഇത് തൊട്ടടുത്തിരുന്ന അവരോടൊപ്പം കശാപ്പ് കട തകർക്കാൻ പോയ ഒരുത്തൻ കേൾക്കുകയാണ്. അതുകഴിഞ്ഞ് അന്ന് വൈകുന്നേരം അവർ മറ്റൊരു പെൺകുട്ടിയെയും ഓടിച്ചു പിടിക്കുകയാണ്. എന്നിട്ട് അന്ന് രാത്രി അവളെ വെട്ടി പീസാക്കുന്നു. അന്നേരം അവരെ പുറത്തു നിന്നും പോലീസ് കൊട്ടി വിളിക്കുകയാണ്. ഇവിടെ ലൈറ്റ് കിടുന്നത് കൊണ്ടാണ് ഒന്ന് കയറി നോക്കാൻ വന്നതെന്നും 10-13 വീഗൻസായ ആൾക്കാരെ കാണാനില്ലെന്നും അന്വേഷിച്ചിട്ട് അവരുടെ ഒരു തെളിവ് പോലും കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു. കഷ്ടകാലത്തിന് അവന്റെ നായ ഒരുത്തിയുടെ കൈയെടുത്ത് കൊണ്ട് വരികയാണ്. ഭാഗ്യം കൊണ്ട് പോലീസ് തിരിഞ്ഞു നിന്നതിനാൽ അത് കാണാനിടയായില്ല. അതൊക്കെ കഴിഞ്ഞ് മകളുടെ ബോയ് ഫ്രണ്ട് അവിടേക്ക് വരികയാണ്. എന്നിട്ട് അവരോട് സോറി പറയുന്നു. വൈകുന്നേരം നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്, സോറി അമ്മേ, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. ശേഷം സോഫിയയുടെ നോട്ടം കണ്ട് അവനെയും കൊല്ലാനുള്ള പുറപ്പാടിലാണെന്ന് മനസ്സിലായ വിൻസെന്റ് നീ അവളുടെ അടുത്ത് പോയെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിടുന്നു. അവൾ അവനോട് ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ഈ ചെയ്തു കൂട്ടുന്നത് ഒരുപാട് തെറ്റുണ്ടെന്നും ഇത് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് വിൻസെന്റ് പറയുന്നു. അങ്ങനെ പിറ്റേന്ന് ഇറച്ചി വാങ്ങാൻ വന്നവരോടെല്ലാം ഇറാനിയൻ പോർക്ക് ഇനി മുതൽ ഇവിടെ വരില്ലെന്നും അതിന് നിങ്ങൾക്ക് കിട്ടില്ലെന്നും പറയുന്നു. ഇത് കേട്ട് എങ്കിലിനി ഇവിടുത്തെ ഇറച്ചി വേണ്ടെന്ന് പറഞ്ഞ് അവരെല്ലാം പിരിഞ്ഞു പോകുന്നു. ഈ ഒരു സംഭവത്തെ തുടർന്ന് അവർ രണ്ടുപേരും സംസാരിച്ച് വഴക്കുണ്ടാക്കുകയാണ്. വിൻസെന്റ് അവിടെ നിന്ന് പിണങ്ങിപ്പോകുന്നു. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം കടയ്ക്കകത്ത് കശാപ്പ് കട അടിച്ചു പൊട്ടിച്ച ഇവരുടെ ഒപ്പമുണ്ടായിരുന്ന ടീം വരികയാണ്. ഇത് കൊള്ളാലോ, നിങ്ങൾ വീഗൻസ് എന്നല്ലേ പറഞ്ഞത്, പിന്നെ ഈ നടക്കുന്നത് എന്താന്ന് പറഞ്ഞ് സോഫിയയെ പിടിച്ച് കസേരയിൽ കെട്ടുന്നു. സമയം രാത്രിയാവുന്നു. വിൻസെന്റ് തിരിച്ചു വരുമ്പോൾ വീടിന് മുന്നിലായി പരിചയമുള്ള ട്രക്ക് കിടക്കുന്നത് കണ്ട് തന്റെ ഭാര്യയ്ക്ക് അകത്തെന്തോ അപകടം പറ്റി കാണുമെന്ന് മനസ്സിലായി ഓടി അകത്ത് പോകുന്നു. അവർ അവരെ ഒരുപാട് ഉപദ്രവിച്ചിരിക്കുന്നു. എന്നിട്ട് ഇറച്ചികളെ നോക്കി നിങ്ങൾ വീഗൻസ് എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തായി കാണിച്ചിരിക്കുന്നത്, ഇവിടെ എന്താണ് റിയലായി നടക്കുന്നത് അത് നമുക്ക് അറിയണമെന്ന് പറയുന്നു. തുടർന്ന് അവരെ കൊല്ലാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വിൻസെന്റ് അവിടേക്ക് വെട്ടോത്തിയും കൊണ്ട് വരികയാണ്. ഒപ്പം നായ ചാടി ഒരുത്തനെ ആക്രമിക്കുന്നു. വെട്ടോത്തി എറിഞ്ഞ് മറ്റേ പെണ്ണിനെ കൊല്ലുകയാണ്. അവസാനം നേതാവുമായി അടിപിടി കൂടുന്നു. അവൻ വിൻസെന്റിനെ കത്തികൊണ്ട് കുത്തുമ്പോൾ അപ്പോഴേക്കും കെട്ടഴിച്ച് പിന്നിൽ നിന്നും സോഫി കൊളുത്തെടുത്ത് എറിഞ്ഞവന്റെ കണ്ണിൽ തറയ്ക്കുന്നു. അതോടെ അവനും വെട്ടി. ഇനി ഒരു 2-3 മാസത്തേക്ക് അവർക്ക് പുറത്തിറങ്ങണ്ട, കാരണം അത്രയും നാൾ കഴിക്കാനുള്ള ഇറച്ചി അവർക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. പിന്നീട് കാണിക്കുന്നത് 3 മാസത്തിനു ശേഷം ഇവിടെ ഒരു വാർത്താ ചാനലിൽ വിൻസെന്റിന്റെയും സോഫിയുടെയും കേസ് പറയുകയാണ്. 13ഓളം വീഗൻസ് മനുഷ്യരെ വെട്ടിവിറ്റ കാര്യം അന്നത്തെ വാർത്തകളിൽ തിങ്ങി നിറയുന്നു. അവരെ എങ്ങനെയോ പോലീസുകാർ കണ്ടെത്തിയിരിക്കുന്നു. തുടർന്ന് അവരോട് ബന്ധമുള്ളവരെ ചോദ്യം ചെയ്യുകയാണ്. ഇവരിങ്ങനെയൊക്കെ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു നാൾ എന്റെ ചെവിയെ കടിച്ചെടുത്തത് ഇന്നും എനിക്ക് വിശ്വസിക്കാനായിട്ടില്ലെന്ന് അവർ ന്യൂസ് റിപ്പോർട്ടറോട് പറയുന്നു.
അവസാനം കോടതിയിൽ അവരെ ഹാജരാക്കി നിർത്തുന്നു. ഇത്രയും ചെയ്തു കൂട്ടിയതിൽ എന്തെങ്കിലും അവസാനം നിങ്ങൾക്ക് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിന്നി അവന്റെ ഇറച്ചി ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുവെന്ന് സോഫി പറയുന്നു. മനുഷ്യന്റെ ഇറച്ചിയോടുള്ള കൊതി അവർക്ക് ഇതുവരെ തീർന്നിട്ടില്ല. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.